നമസ്കാരം പ്രിയമുള്ളവരെ. ഇസ്രായേലിൽ പടർന്നു പിടിച്ച കാട്ടുതീയാണ് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വാർത്ത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 3000-ലധികം കിലോമീറ്റർ വനപ്രദേശം ഇസ്രായേലിൻ്റെത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കത്തി നശിച്ചു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ ഇത് ദേശീയ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ജെറുസലേമിലേക്ക് തീ പടരാതിരിക്കുവാനാണ് ഇപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഇസ്രായേലിന്റെ തലസ്ഥാനമായ ജെറുസലേമിലേക്ക് ഈ തീ പടർന്നു പിടിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇതൊരു പ്രാദേശിക ദുരന്തമല്ല, മറിച്ച് ഇതൊരു ദേശീയ ദുരന്തമാണെന്ന്. എന്തായാലും ഇസ്രായേൽ ഇത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാണ്. പ്രത്യേകിച്ചും ജെറുസലേമിനെയും ടെല്ലവീവിനെയും ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ പൂർണ്ണമായും അടച്ചു എന്ന വാർത്ത പുറത്തു വരികയാണ്. ജെറുസലേമിലേക്ക് തീ പടരാതിരിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇസ്രായേലിലെ അഗ്നിസേന അംഗങ്ങൾ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പക്ഷേ തീവ്രമായി വീശിയടിക്കുന്ന ഉഷ്ണക്കാറ്റ് ഈ തീ നിയന്ത്രണാധീനമാക്കാനുള്ള ശ്രമങ്ങൾക്ക് വലിയ തടസ്സമാണ് ഉണ്ടാക്കുന്നതെന്ന രീതിയിലുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ തീപിടുത്തമായിട്ടാണ് ഇത് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. പ്രത്യേകിച്ചും അന്തർദേശീയ സഹായം ഇസ്രായേൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ക്രൊയേഷ്യയുടെയും ഇറ്റലിയുടെയും ഒക്കെ അഗ്നിസേന അംഗങ്ങൾ ഇസ്രായേലി അഗ്നിസേന അംഗങ്ങൾക്കൊപ്പം ചേർന്ന് തീ അണയ്ക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് എന്ന വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇസ്രായേൽ തീവ്രമായ ഒരു കാട്ടുതീയുടെ പിടിയിലാണ് എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നൂറുകണക്കിന് ആളുകളെ ഈ നാഷണൽ ഹൈവേയുടെ ഇരു ഭാഗത്തു നിന്നും നൂറുകണക്കിന് ആളുകളെ ഇസ്രായേലി അഗ്നിസേന അംഗങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ അന്തർദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതും പ്രധാനപ്പെട്ട വാർത്തയാണ്. പ്രത്യേകിച്ചും ഈ ദിവസങ്ങൾ ഇസ്രായേലിന്റെ നാഷണൽ ഡേ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ഇസ്രായേൽ നിർത്തിവച്ചിരിക്കുന്നു എന്ന വാർത്തയും വലിയ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ്. മാത്രമല്ല ഇസ്രായേലിന്റെ യുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെയൊക്കെ സേനാംഗങ്ങളുടെയൊക്കെ രക്തസാക്ഷി ദിനങ്ങൾ തുടർന്നുള്ള അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളൊക്കെ തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നു എന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്തായാലും വീശിയടിക്കുന്ന ഉഷ്ണക്കാറ്റ് ഇസ്രായേലിൽ പടർന്നു പിടിച്ച കാട്ടുതീയെ ക്ഷമിപ്പിക്കുന്നതിൽ നിന്ന് നിയന്ത്രണ വിധേയമാക്കുന്നതിൽ നിന്ന് തടയുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തൽക്കാലം ഈ വാർത്ത അവലോകനമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.